ക്രിസ്ത്യച്ചൻ്റെ ഹണി ഡ്രോപ്സ് ബുക്കിലെ 10ാം ചാപ്റ്റർ. എമ്മാവൂസ്. ലൂക്ക 24:13-35. Two disciples of Christ were on their journey to Emmaus. Their sense of loss, fear and despair were evident not only in their words but also in their body language. On their face deep darkness filled their hearts. All of a sudden a stranger joins them and walks alongside. He talked to them words of consolations and courage. His words pierced into their hearts. The guest who joined them took bread, blessed it, and broke it. A sparkle appeared in their eyes. A fire burned in their hearts. He purified them, rebuilt them anew. That very night they returned to Jerusalem, back to their community. They were not walking. They were not even running. They were almost flying. Those who had dragged themselves toward Emmaus in despair and sorrow were now flying back to Jerusalem like dancing butterflies carried by the ecstasy of having experienced the risen Jesus. Chapter 11. Praise. I praised and extol myself, one who tries to lift himself by holding his own legs will surely fall. When I indulge in self-praise, am I not trying to lift myself? Others lift me up. I can rise only to the height of the one who lifts me. They speak well of me. They appreciate me. They praise me. And up to a point, I feel joy. Only God can lift me up to the skies, even into heaven. Blessed is the one of whom God lifts up, for therein lies both true joy and fulfillment.
Chapter 12. Children of the Heart. Mother plants give birth to young plants. Through seeds, plants shoots, flowers, fruits, nuts, and so on. Birds lay eggs. They hatch into chicks. Fish do the same. Animals give birth to their young and nurture them. Human beings also have children to bring humans into this world. God requires the cooperations of woman and man. Children are the fulfillment of parents. Yet there are also those who can give birth to children without sexual relations. Through laws and sacrifice, they give birth to children in their hearts. Nurture and raise them. They are the celibates, men and women, the yogis, the brahmacharyams, the solitaries. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നല്ല ചിന്ത. ആ വീട്ടിൽ അമ്മയും മകൻ ജീവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അമ്മയുടെ ബാഗിൽ ഉണ്ടായിരുന്ന കുറച്ച് പണം കാണാതെ പോയി. അമ്മ മകനോട് ചോദിച്ചു, മോനെ, നീ അമ്മയുടെ ബാഗിലെ പണം എടുത്തോ? അവൻ പറഞ്ഞു, ഇല്ലല്ലോ അമ്മേ. മറ്റൊരു ദിവസം അവൻ പണം എടുക്കുന്നത് അമ്മ കണ്ടു. അവനെ ചോദ്യം ചെയ്തു. അവൻ പറഞ്ഞു, സ്കൂളിൽ ഒരു സ്പെഷ്യൽ ഫീസ് കൊടുക്കണമായിരുന്നു. അമ്മ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അത് എന്നോട് പറയാഞ്ഞത്? അവനൊന്നും ഉത്തരം പറഞ്ഞില്ല. മകൻ സ്കൂളിൽ പോയ ശേഷം അമ്മ ടീച്ചറെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഫീസും ഉണ്ടായിരുന്നില്ല എന്ന് ടീച്ചർ പറഞ്ഞു. അന്ന് വൈകിട്ട് അവൻ വരുമ്പോൾ നല്ല ശിക്ഷ കൊടുക്കണമെന്ന് അമ്മ മനസ്സിൽ കരുതി. അപ്പോൾ ഒരു കോൾ വന്നു. ആ കോൾ വിളിച്ചയാൾ ചോദിച്ചു, ജീവൻ്റെ വീടല്ലേ? അമ്മ പറഞ്ഞു, അതെ. ആരാണ് നിങ്ങൾ? മറുപടി, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. മകൻ എന്തോ കുഴപ്പം കാണിച്ചു എന്ന് കരുതി ആ അമ്മ ഭയന്നുപോയി. അപ്പോൾ
അപ്പോൾ പോലീസ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, അവൻ കുറേ നാളുകളായി ഇവിടെ അടുത്തുള്ള ഒരു വൃദ്ധ ദമ്പതികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നു. അവനെ അനുമോദിക്കുവാൻ ഒരു മീറ്റിംഗ് ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അതിലേക്ക് ക്ഷണിക്കുവാനാണ് നിങ്ങളെ വിളിച്ചത്. ആ അമ്മയ്ക്ക് സമാധാനമായി. ജീവനൊന്ന് സ്കൂളിൽ വന്നപ്പോൾ അമ്മ അവനെ ആലിംഗനം ചെയ്തു. അവൻ്റെ നല്ല പ്രവൃത്തിയെ അഭിനന്ദിച്ചു. എങ്കിലും അമ്മ പറഞ്ഞു, നീ ചെയ്തത് നല്ല കാര്യമാണെങ്കിലും അതിനുവേണ്ടി പണം മോഷ്ടിച്ചത് നന്നായില്ല. നന്മ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണെങ്കിലും അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങൾ മോശമാണെങ്കിൽ ആ നന്മയുടെ മഹത്വം നഷ്ടമായി പോകും. ജീവൻ ചെയ്തത് ഒരു നല്ല പ്രവൃത്തി തന്നെ. ദരിദ്രരായ വൃദ്ധർക്ക് ഭക്ഷണം നൽകണമെന്നുള്ള ശ്രേഷ്ഠമായ ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായല്ലോ. അത് അതിമഹത്തമായ കാര്യം തന്നെയാണ്. കുട്ടികളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് ദൈവികമാണ്. എന്നാൽ അതിനായി ജീവൻ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി. ആ മാർഗത്തിൽ തുടർന്ന് നന്മ ചെയ്യുവാൻ ശ്രമിച്ചാൽ മോഷണം ജീവിതത്തിൻ്റെ ഭാഗമായി പരിണമിക്കും. അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും. നന്മ യഥാർത്ഥ നന്മയാകുന്നത് ശരിയായ മാർഗത്തിലൂടെ നന്മ ചെയ്യുമ്പോഴാണ്. കായംകുളം കൊച്ചുണ്ണിയും മറ്റു ധനികരുടെ വീടുകളിൽ മോഷണം നടത്തിയും അവരെ കബളിപ്പിച്ചും മറ്റും സാധുക്കൾക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. നന്മ ചെയ്യുന്നത് എന്തുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ തന്നെയായി കൂടാ? അതിന് പണം ലഭിക്കാൻ പ്രയാസമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ശരിയായ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോഴും അതിന് പണം ലഭിക്കുക തന്നെ ചെയ്യും. തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ എപ്പോഴും കുറ്റവാളികളായിരിക്കും. ലക്ഷ്യം പോലെ മാർഗവും ഉത്തമമായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് വായിച്ചപ്പോൾ, ഈ ചിന്ത വായിച്ചപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു കാര്യം ഓർക്കുകയാണ്. എൻ്റെ ഭർത്താവ് അകലെ ഗൾഫിലായിരിക്കും ആയത്. ഞാൻ കുട്ടികളുമായി ഭർത്താവിൻ്റെ അപ്പനും അമ്മയുമായിട്ടാണ് നാട്ടിൽ കുറേ കാലം ജീവിച്ചിരുന്നത്. അന്ന് വീട്ടിലെ പൈസയുടെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ്. എൻ്റെ കണക്ക് ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ കണക്കൊക്കെ എഴുതി വെച്ചാലും കുറേ കണക്കൊക്കെ എഴുതി സാധുക്കളെ സഹായിക്കാനാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് വിഷമം തോന്നി, ഭർത്താവിനെ അറിയിക്കാണ്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുമോ എന്തൊക്കെ മനസ്സിൽ തോന്നും. ചിലപ്പോഴൊക്കെ കുമ്പസാരക്കുള്ളിൽ ചെന്ന് പറയും. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ ഈ നുണ പറഞ്ഞിട്ട് നന്മ ചെയ്യുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് അത് ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. ആ സ്വഭാവത്തിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി തരുമോ, നിനക്ക് കഴിയില്ലേ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ബൈബിളെടുത്ത് വായിച്ച ഭാഗം ഇതാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് മോഷ്ടിക്കുന്നത് ലജ്ജാകരമല്ലേ? അതാണ് എനിക്ക് കിട്ടിയ വാക്യം. അത് കിട്ടിയോടുകൂടി പിന്നെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരണ വരെ എന്തെങ്കിലും പൈസ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് പാവപ്പെട്ടവരെയും അർഹതപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന ഒരു രീതിക്ക് ഒരു തീരുമാനമുണ്ടായി. ആ വചനം കിട്ടിയതോടുകൂടി ഇത് വായിച്ചപ്പോൾ ഞാൻ അത് ഓർത്തുപോയി എന്ന് ഓർമ്മയിൽ വന്നു എന്ന് മാത്രം. ബൈബിൾ വചനം, സ്വന്തം ഭവനത്തിൽ നിന്ന് കക്കുന്നത് ലജ്ജാകരമല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത്രയ്ക്കുള്ള കുറ്റമുള്ളൂ അല്ലേ എന്ന് തോന്നി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നതാണ് ഇത് വായിച്ചപ്പോൾ. ഒരിക്കലൊരു രാജാവ് ഒരു വിചിത്ര സ്വപ്നം കണ്ടു. തൻ്റെ എല്ലാ പല്ലുകളും ഒന്നൊന്നായി കുഴിഞ്ഞു വീഴുന്നതായിരുന്നു ആ സ്വപ്നം. അതിൻ്റെ അർത്ഥമറിയാൻ ഒരു ജ്യോത്സ്യനെ വിളിച്ചു. അയാൾ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ കണ്ണുമുന്നിൽ വെച്ച് കുടുംബത്തിലെ എല്ലാവരും ഓരോരുത്തരായി മരിക്കും. ഇത് കേട്ട് രാജാവ് കോപത്തോടെ അയാളെ തടവിലാക്കി. പിന്നീട് മറ്റൊരു ജ്യോത്സ്യനെ വിളിച്ചു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, അങ്ങ് കുടുംബത്തിലുള്ള എല്ലാവരെക്കാളും ദീർഘായുസ്സോടെ ജീവിക്കും. ഈ സ്വപ്നം അതിൻ്റെ സൂചനയാണ്. രാജാവ് സന്തോഷത്തോടെ അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. പുറത്തിറങ്ങിയപ്പോൾ മന്ത്രി ചോദിച്ചു, രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യമല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് മാത്രം സമ്മാനം കിട്ടിയത്? ജ്യോത്സ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സത്യം ഒന്നു തന്നെയായിരുന്നു, പക്ഷേ അതെങ്ങനെ പറയണം എന്നതിലാണ് കാര്യം. നമ്മൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ അതെങ്ങനെ പറയുന്നു എന്നതാണ് ബന്ധങ്ങളെ നിലനിർത്തുന്നത്. ഒരിക്കലൊരു രാജാവ് ഒരു വിചിത്ര
പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാട്ടം മറ്റുള്ളവരോടല്ല, സ്വന്തം ജീവിതത്തോടാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ വിജയവും പരാജയവും കാണുന്നു. എന്നാൽ ആരും കാണാത്തൊരു യുദ്ധം ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിൽ നിശബ്ദമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധം തൻ്റെ ദൗർബല്യങ്ങളോടും മോശം ശീലങ്ങളോടും ലഹരികളോടും ഭയങ്ങളോടും നിരാശകളോടുമാണ്. ചിലർ മദ്യത്തിൻ്റെ അടിമകളാണ്, ചിലർ മയക്കുമരുന്നിൻ്റെ അടിമകളാണ്, ചിലർ മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും അടിമകളാണ്. ചിലരെ കോപം കീഴടക്കുന്നു, ചിലരെ അസൂയയും അഹങ്കാരവും തകർക്കുന്നു. പുറമെ എല്ലാം സുഖമാണെന്ന് തോന്നാമെങ്കിലും ഉള്ളിൽ അവർ നിശബ്ദമായി കരയുകയാണ്. എത്രയോ രാത്രികളിൽ അവർ സ്വയം പറഞ്ഞിട്ടുണ്ടാവും, നാളെ മുതൽ ഞാൻ മാറും, ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല. പക്ഷെ രാവിലെ വന്നപ്പോൾ അവർ വീണ്ടും അതേ ചക്രത്തിൽ വീണു. അപ്പോൾ അവർ സ്വയം ചോദിക്കും, എനിക്ക് ഒരിക്കലും മാറാൻ കഴിയില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിയും, തീർച്ചയായും കഴിയും. ഒരു കാര്യം ഓർക്കുക, പരാജയപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. വീണ്ടും എഴുന്നേൽക്കാൻ തയ്യാറാകാതിരിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴുന്നു, പക്ഷേ വീണതുകൊണ്ട് അത് നടക്കാൻ ശ്രമം ഉപേക്ഷിക്കാറില്ല. വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും നടക്കാൻ ശ്രമിക്കും, ഒടുവിൽ വിജയിക്കും. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ഇന്ന് നിങ്ങൾ വീണിട്ടുണ്ടാകാം, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, ലഹരിയോ ദുശ്ശീലങ്ങളോ നിങ്ങളെ പിടിച്ചിരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ അത് നിങ്ങളുടെ അവസാന അധ്യായമല്ല. നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങൾ പരിശ്രമിച്ചാൽ, നല്ല സുഹൃത്തുക്കളുടെ പിന്തുണയും കുടുംബത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ നിർവചിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം തന്നെയാണ് നിങ്ങളുടെ നാളെയെ രൂപപ്പെടുത്തുന്നത്. അതിനാൽ നാം നമ്മുടെ മനസ്സിനെ കൈവിടരുത്. നിങ്ങളുടെ ജീവിതത്തിന് വിലയുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ട്. നിങ്ങൾക്കുള്ളിൽ ഇനിയും അണയാത്തൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം വീണ്ടും ജ്വലിപ്പിക്കൂ. ഓർക്കുക, ഓരോ ഇരുണ്ട രാത്രിക്കും ശേഷം ഒരു പ്രഭാതമുണ്ട്. ഓരോ പരാജയത്തിനും ശേഷം ഒരു വിജയമുണ്ട്. ഓരോ കണ്ണീരിനും ശേഷം ഒരു പുഞ്ചിരിയുണ്ട്. അതുകൊണ്ട് പോരാടൂ, പ്രത്യാശ കൈവിടരുത്. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം ഇനിയും വരാനിരിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു. നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. തിരക്കേറിയ ഒരു റെസ്റ്റോറന്റിൽ ഒറ്റയ്ക്കിരുന്ന യുവതിയുടെ മേശയ്ക്കടുത്തേക്ക് ഒരു യുവാവ് വന്നു. അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ യുവതിയോട് ഇപ്രകാരം ചോദിച്ചു, മാഡം, ഞാനും കൂടെ ഇവിടെ ഇരുന്നോട്ടെ? പക്ഷേ യുവതി ഉച്ചത്തിൽ മറുപടി പറഞ്ഞു, എന്ത്, നിങ്ങൾക്ക് എന്നോടൊപ്പം ഒരു രാത്രി കഴിയണമെന്നോ? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? റെസ്റ്റോറന്റ് ആകെ നിശബ്ദമായി. എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി. ആളുകൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു സംസ്കാരവുമില്ല, വയോധികനായ ഒരു മനുഷ്യൻ പറഞ്ഞു. ഇങ്ങനെയുള്ള മോശം ചിന്തകളുമായി ഇവർ എത്ര നാൾ മുന്നോട്ട് പോകും? മറ്റൊരാൾ പറയുന്നുണ്ടായിരുന്നു. അപമാനിതനായ യുവാവ് ഒന്നും മിണ്ടാതെ അടുത്തുള്ള മറ്റൊരു മേശക്കരികിലേക്ക് പോയി അവിടെ ഇരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ യുവതി പുഞ്ചിരിയോടെ അയാളുടെ അടുത്തേക്ക് വന്നു. ഞാൻ ഒരു സൈക്കോളജി വിദ്യാർത്ഥിനിയാണ്. പൊതുവിടത്തിൽ ഒരാളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനാണ് ഞാൻ ഈ പരീക്ഷണം നടത്തിയത്, അവൾ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് യുവാവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്ത്, $20? മാഡം, അത് വളരെ കൂടുതലാണ്. റെസ്റ്റോറന്റ് ആകെ കൂട്ടച്ചിരി മുഴങ്ങി. യുവതി ഞെട്ടിപ്പോയി. അവളുടെ മുഖത്ത് നാണക്കേട് പ്രകടമായിരുന്നു. അപ്പോൾ യുവാവ് അടുത്തേക്ക് ചെന്ന് അവളോട് ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു നിയമവിദ്യാർത്ഥിയാണ്. എങ്ങനെയാണ് സാഹചര്യങ്ങളെ എനിക്ക് അനുകൂലമാക്കി എടുക്കേണ്ടതെന്ന്
എനിക്ക് നന്നായി അറിയാം. മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ അത് തമാശയ്ക്കാണെങ്കിൽ പോലും ആ അവസ്ഥയിൽ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. തിരക്കേറിയ ഒരു റെസ്റ്റോറന്റിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.